നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ഊണിന് ഞാൻ തക്കാളി കൊണ്ടൊരു കറി ഉണ്ടാക്കണം കേട്ടോ. ഇന്ന് ഞാൻ തക്കാളി കൊണ്ട് എന്താ വെക്കണമെന്ന് നോക്കൂ കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കാറുണ്ടാവും ഒരു പക്ഷേ. ഞാൻ ചെയ്യുന്നതിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ ഇത് പറഞ്ഞോളൂ. പിന്നെ കുറച്ചും കൂടി ടേസ്റ്റ് കൂടണമെങ്കിൽ എന്താ വേണ്ടത് അതും പറഞ്ഞോളൂ കേട്ടോ. തുടങ്ങാം കേട്ടോ. അതിനായിട്ട് പരിപ്പാണ് കേട്ടോ ആദ്യം ആവശ്യമായിട്ടുള്ളത്. പരിപ്പ് തുവരപ്പരിപ്പ്, അതൊരു 2 വാളം തുവരപ്പരിപ്പ് എടുക്കാം. എന്നിട്ട് അത് കഴുകി അടുപ്പത്തിടാം. തുടങ്ങാം അല്ലേ. പരിപ്പ് ഒരു വാളിട്ടു. ഇനി ഒരു വാളം കൂടി ഇടാം. 2 വാളായാൽ അര ഗ്ലാസ് പരിപ്പായിട്ടുണ്ട് കേട്ടോ. ഒന്ന് കഴുകിയിട്ട് നമുക്ക് കുക്കറിൽ വയ്ക്കാം. ഇതാ കഴുകി നമുക്കിനി ഈ കുക്കറിൽ ഇത് അടുപ്പത്ത് വയ്ക്കാം കേട്ടോ. കുറച്ച് വെള്ളം കൂടി ഒഴിക്കണം. ഒരു അര ഗ്ലാസ് പരിപ്പുണ്ടെങ്കിൽ ഒരു ഗ്ലാസ്സിനേക്കാളും കൂടുതൽ 1.5 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു. വെള്ളം ആവശ്യത്തിനായി ഞാൻ അടച്ചിട്ട് അടുപ്പത്ത് വയ്ക്കാം. ഒരു 2 വിസിൽ വരട്ടെ കേട്ടോ. അപ്പോൾ അത് വേവും. തക്കാളി കണ്ടിട്ടുണ്ട്. 4 തക്കാളി എടുത്തിട്ടുണ്ട്. മീഡിയം സൈസ് വലിപ്പമുള്ളതാണ്. ഇങ്ങനെ മുറിച്ചിട്ട് അതിന് ഞെട്ടിയുടെ ഭാഗം ഒന്ന് ചെത്തിക്കളഞ്ഞു. കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ കളയാറുണ്ട്. പിന്നെ വീണ്ടും മുറിച്ചു. ഇപ്പോൾ 4 കഷ്ണമായി. ഇനി ഒന്ന് ക്രോസായിട്ട് മുറിച്ച് 8 കഷ്ണമായി. അപ്പോൾ ഓരോന്നും ഇങ്ങനെ ഞാൻ മുറിച്ചു കേട്ടോ. 4 തക്കാളി 8 കഷ്ണമാക്കിയിട്ട് മുറിച്ചു. തക്കാളി പണി കഴിഞ്ഞ് ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ കഷ്ണമൊന്നുമില്ല. ഇതിലേക്ക് നാളികേരം വേണം. ഇതിൻ്റെ പ്രഷർ പോയി കഴിഞ്ഞിട്ടില്ല കേട്ടോ. അവിടെ ഇരിക്കട്ടെ. അപ്പം നമുക്ക് മുൻപ് നാളികേരം അരച്ച് വയ്ക്കാം. നാളികേരത്തിൽ 1 ടീസ്പൂൺ ജീരകം ഇട്ടു. നല്ല ജീരകം നന്നായിട്ട് അരയ്ക്കണം കേട്ടോ. മിക്സിയിലിട്ടിട്ട് നമുക്കൊന്ന് അരയ്ക്കാം. കുറച്ച് വെള്ളം ചേർത്ത് അരച്ചിട്ടുണ്ട് കണ്ടോ. ബെസ്റ്റായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ ഇതിൻ്റെ പ്രഷർ പോയിട്ടുണ്ടാവും കേട്ടോ. തുറക്കാം. പോയിട്ടുണ്ട്. ഇളക്കാം. നോക്കൂ, വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ഇട്ടു. ഒന്ന് ഇളക്കി നോക്കാം. വെള്ളം കുറവാണ്. കുറച്ച് വെള്ളം ഒഴിക്കണം. മഞ്ഞൾപ്പൊടി ഇട്ടു 1 ടീസ്പൂണ്. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ടു. ഉപ്പിട്ടു ആവശ്യത്തിന്, കല്ലുപ്പ്. ഇളക്കി നോക്കാം. വെള്ളം വേണം എന്തായാലും. 1 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. ആവശ്യത്തിന് വെള്ളമായില്ലേ. നമുക്കിത് അടച്ചിട്ട് ഒരു വിസിൽ വരുത്താം. അപ്പോൾ തക്കാളി വെന്ത് കിട്ടും. വിസിൽ വരുത്തിയില്ലെങ്കിലും കുറച്ച് നേരം കൂടുതൽ വേണ്ടേ. ഇങ്ങനെയാകുമ്പോൾ പെട്ടെന്നാവുമല്ലോ. അതുകൊണ്ടാണ്. ഇപ്പോൾ വിസിലൊക്കെ വന്നു. പ്രഷർ പോയി. തുറന്നു. ബെസ്റ്റായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നോക്കൂ, തക്കാളിയുടെ കഷ്ണമൊന്നും ഇല്ലാത്ത പോലെ. എന്നാലും കുഴപ്പമൊന്നുമില്ല. അതിലേക്ക് നാളികേരം അരച്ചത് ഒഴിക്കണ്ടേ. ഒഴിക്കാം. നാളികേരം ജീരകം കൂടി അരച്ച് വെച്ചേക്കണതാണ്. ഫുൾ ഒഴിക്കാം കേട്ടോ. ഈ മിക്സിയുടെ ജാറൊന്ന് കഴുകിയിട്ട് ഇതിലേക്ക് ഒഴിക്കാം കേട്ടോ. അപ്പോൾ നാളികേരം ഫുൾ ഇങ്ങോട്ട് പോരും. ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് കഴുകിയെടുക്കാം. ഒഴിച്ചു. ഇനി ഇതൊന്ന് തിളയ്ക്കണം. വെള്ളം ചേർത്തരച്ച് നാളികേരല്ലേ, തിളയ്ക്കണം എന്തായാലും. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. മാറ്റി വെച്ചു. ഇനി നമുക്കതിലേക്ക് കടുക് മുളകൊക്കെ വറുത്തിടാം. വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായി. കടുകിടാം 1 ടീസ്പൂൺ. കടുക് പൊട്ടിക്കഴിയുമ്പോൾ വറ്റൽമുളക് പൊട്ടിച്ചിടാം കേട്ടോ. വറ്റൽമുളക് ഇട്ടു. അതിലേക്ക് ഓഫാക്കിയിട്ട് കറിവേപ്പില ഇട്ടു. ഒന്ന് ഇളക്കിയിട്ട് അതിലേക്ക് ഒഴിക്കാം. ഇപ്പം നമ്മുടെ പരിപ്പും തക്കാളിയും കറി തയ്യാറായി. ഇതുകൊണ്ട് ചപ്പാത്തിയും കഴിക്കാം, ചോറും കഴിക്കാം കേട്ടോ. പണി കഴിഞ്ഞു. പാത്രഭാഗത്തിന് അടച്ചു വെച്ചു. കുറച്ച് കഴിഞ്ഞു തുറന്നു.
അടിപൊളി കൂട്ടാൻ അല്ലേ. ഞാൻ പറഞ്ഞില്ലേ, ചോറിന് ഉപയോഗിക്കാം, ചപ്പാത്തിക്ക് ഉപയോഗിക്കാം, ദോശയ്ക്ക് ഉപയോഗിക്കാം. അടിപൊളി കൂട്ടാനാട്ടോ അത്. ഇത് കൂട്ടിയിട്ട് ഊണ് കഴിക്കാണ്ട് വാരി വാരി ഊണ് കഴിക്കാൻ പറ്റും. പുളി ചെറിയ പുളി ഉണ്ടാവുള്ളൂ, തക്കാളി അല്ല ഇട്ടേക്കുന്നത്. വേറെ എക്സ്ട്രാ പുളി ഒഴിക്കണ്ട, ആ തക്കാളിയുടെ പുളി മാത്രം മതി. എന്താ രസം എന്നറിയോ, അപ്പോൾ സൂപ്പർ സൂപ്പർ സൂപ്പറാണ്. അപ്പോൾ കുറേ നാളായി ഞാൻ ആഗ്രഹിച്ചു തുടങ്ങിയിട്ട് ഇതിനെ ഉണ്ടാക്കണം. പരിപ്പും തക്കാളിയും കൂടിയിട്ട് സൂപ്പർ. പണ്ട് ഉണ്ടാക്കാറുണ്ട് ഞങ്ങൾ. ഇപ്പം അടുത്ത കാലത്തൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ അങ്ങനെ ഉണ്ടാക്കി. നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാവേണ്ടിയിരിക്കില്ല. നിങ്ങൾ ചിലപ്പോൾ ഉണ്ടാക്കണതായിരിക്കാം ഒരു പക്ഷേ. കാരണം വെച്ചാൽ നമ്മളെല്ലാവരും മലയാളികളല്ലേ, കേരളീയരല്ലേ, എല്ലാവരും ഉണ്ടാക്കണത് ഇങ്ങനെ തന്നെയായിരിക്കും, ഇതുപോലെ തന്നെയായിരിക്കും. ഉണ്ടാക്കാത്ത വല്ലവരുണ്ടെങ്കിൽ, അത് കുട്ടികളോ അങ്ങനെയൊക്കെ വരില്ലേ, പുതിയ പുതിയ പിള്ളേരുകൾ വരില്ലേ, അവർക്ക് അറിയില്ല, അവർക്ക് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, എന്താ ചെയ്യേണ്ടതെന്ന് ചിലപ്പോൾ അറിയണ്ടാവില്ല. കോളേജിൽ പഠിക്കുന്ന പിള്ളേരോ ഹോസ്റ്റലിൽ നിൽക്കണവരോ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവിൻ്റെ വീട്ടിൽ പോകുന്ന ആൾക്കാരാ, അവർക്കൊക്കെ വേണ്ടിയിട്ട് ഭർത്താവിൻ്റെ വീട്ടിലേക്കല്ല, ജോലി സ്ഥലത്തേക്ക്. വീട്ടിൽ പോയി അമ്മ ഉണ്ടാവുമല്ലോ അവിടെ പറഞ്ഞു തരാനായിട്ട്. ഭർത്താവിൻ്റെ ജോലി സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെ ചെന്ന് ആ ഭർത്താവ് വരുമ്പോഴേക്കും കൂട്ടാൻ വയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യുക, അമ്മമാർക്ക് വിളിക്കുകയാണ് ചെയ്യുക. ഇപ്പം സുഖമല്ലേ, കാരണം ഉടനെ തന്നെ ഫോൺ എടുത്തു അമ്മയെ എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അമ്മ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഇനി അതല്ലെങ്കിൽ യൂട്യൂബ് നോക്കി ചെയ്യാമല്ലോ. ഞാനിത് അധികം ഉണ്ടാക്കാറില്ല, വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കാറുണ്ട്, ഇഷ്ടമാണ്. അതിൽ പരിപ്പുകൊണ്ട് പല തരത്തിൽ വയ്ക്കാമല്ലോ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ കറി ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ കേട്ടോ. ഓക്കെ, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ അറിയിക്കൂ. ആരും കമൻറ്റ് എഴുതാനായിട്ട് ഇപ്പോൾ സമയം എടുക്കണില്ല. എനിക്ക് തോന്നുന്നത് മടി കാരണമാണെന്ന് തോന്നണല്ലേ, അല്ലെങ്കിൽ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ടായിരിക്കാം. ഓക്കെ, ഇഷ്ടമായോ? ഓക്കെ, നമുക്കിത്തിരി ചോറുണ്ടാട്ടോ. ഈ കൂട്ടാൻ കൂട്ടിയിട്ട് ചോറ് കുറച്ചെടുത്ത്, കൂട്ടാൻ കുറേ എടുക്കാം, വാരി കഴിക്കാം കേട്ടോ. ചൂടുണ്ട്, കൂട്ടാൻ നല്ല ചൂടാ. മിക്സ് ചെയ്തു, നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. എന്താ സ്വാദ് എന്നറിയോ, നോക്കൂ. ഒരു ഉരുള തരട്ടെ. നല്ല രസാട്ടാ, അടിപൊളിയാണ്. ഇത് ഉരുളോറ്റാൻ പറ്റില്ല, നല്ലോണം നന്നായിട്ട് ഇങ്ങനെ ആയിപ്പോഴേ എന്താ രസം എന്നറിയോ. ഞാൻ കഴിക്കട്ടെ. കണ്ടോ, ഇതിപ്പോൾ ഉരുളോറ്റാനൊന്നും പറ്റില്ല. ഉരുളോറ്റ് ഉപ്പ് ഇടാൻ പറ്റുന്നത്, നല്ല രസമായിട്ട് ഒഴിച്ചുവിടാൻ പറ്റണത്. അപ്പോൾ അത് ഇങ്ങനെ എടുത്തിട്ട് കുട്ടികൾക്കാണ് ഇങ്ങനെ കൊടുക്കാം. നിങ്ങൾക്ക് തരാം ഞാൻ അങ്ങനെ. ഇതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വായിരിക്കേണ്ട പോകുമ്പോഴേ സ്വാദം അങ്ങോട്ട് കൂടുമ്പോൾ ശബ്ദം ഉണ്ടാവും ഊണയിക്കുമ്പോൾ കേട്ടോ. ഇന്നാളെ ആരോ പറഞ്ഞു, ടീച്ചറെ ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല, വലിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞില്ലേ. പക്ഷെ ശബ്ദം വരൂട്ട്, നമ്മൾക്ക് അത്രയും വലിയ സന്തോഷത്തോട് ഊണയിക്കുമ്പോഴേ എന്ത് രസമല്ല. പണ്ടത്തെ ഊണൊക്കെ അങ്ങനെയാണ്, കൈ കൊണ്ട് ഇങ്ങനെ കുഴച്ച്. ഇപ്പം എന്താ പുതിയ ഫാഷൻ അനുസരിച്ചിട്ട് കൈൻ്റെ ഇവിടെ നാവാൻ പാടില്ല, വിരലുകൊണ്ട് ഇതിങ്ങനെ തൊട്ട് അതിങ്ങനെ ഇവിടെ ഇങ്ങനെ എടുത്തിട്ട് അതിങ്ങനെ എടുത്തിട്ട് ശബ്ദം ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ കഴിക്കുന്നതെന്ന് പറയണം കേട്ടോ. പക്ഷെ ഞാൻ അങ്ങനെ കഴിക്കുന്ന ആളല്ല. ഞാൻ കഴിക്കുമ്പോൾ ശബ്ദമൊക്കെ ഉണ്ടാവും, ആസ്വദിച്ച് ഞാൻ കഴിക്കുന്നത് കേട്ടോ. എന്ത് രസം എന്നറിയോ, ഇതിങ്ങനെ രസമൊക്കെ ഉണ്ട്, എന്നാലും ഇതിലൊരു രണ്ടാം കറി ഒന്നും വേണ്ട. രണ്ടാം കറി ഉണ്ട് കേട്ടോ, ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. കായും കൂർക്കയും കൂടെ വെച്ച ഇന്നൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഉത്സവങ്ങളുടെ സമയമല്ലേ, മകരം മാസം കഴിഞ്ഞ് കുംഭമാസമായാലും നിറയെ ഉത്സവമാണ്. ഭരണി കഴിഞ്ഞു, കുംഭഭരണി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മുടെ ഇവിടെ മകൻ തൊഴലുണ്ട്. നമ്മളുടെ ഇവിടെ തൊട്ടടുത്തുള്ള ഒരു ക്ഷേത്രമുണ്ട്, ഐക്കരക്കുന്ന് ഭഗവതി ക്ഷേത്രം എന്ന് പറയും. അവിടെ മകൻ തൊഴിൽ പരിപാടിയുണ്ട്, ചോറ്റാനിക്കര മകൻ തൊഴിലുണ്ട്. അതേ സമയത്ത് ഇവിടെയും മകൻ തൊഴിൽ കേട്ടോ, തൊഴാൻ പോവാം. ഗംഭീര പരിപാടിയാണ്. ഇന്ന് ജയശ്രീ വന്നിട്ടില്ല. ജയശ്രീ ഇന്ന് കുറ്റുമുക്കിൽ ഉത്സവമാണ്. കുറ്റുമുക്കിൽ ജയശ്രീയുടെ മരുമകളുടെ വീട്ടിൽ, അഞ്ജുവിൻ്റെ വീട്ടിൽ ഉത്സവത്തിന് പോയിക്കുക കേട്ടോ. ഇന്നലെ വൈകുന്നേരം പോയാണ്. അപ്പോൾ ഇന്ന് ജയശ്രീ ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ പരിപാടി ഇട്ടുണ്ടായിരുന്നു കേട്ടോ. ചെമ്പുചിറ വലിയ ഷഷ്ടിയാണ് കേട്ടോ. ചെമ്പുചിറ അമ്പലത്തിൽ വലിയ ഷഷ്ടിയാണ്. വലിയ ഷഷ്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗംഭീര ഷഷ്ടിയാണ്. അവിടുത്തെ കാവടിയൊക്കെ കണ്ടാലേ, മേളം കാവടിയും കണ്ടാൽ കൊടകര ഷഷ്ടിയാണ് ഏറ്റവും വലുതെന്ന് പറയാം. കേരളത്തിലെ ഏറ്റവും വലിയ ഷഷ്ടി കൊടകര ഷഷ്ടി എന്നാ പറയാം.
അതും വെച്ച് നോക്കുമ്പോൾ അതിനേക്കാളും കുറച്ചും കൂടി മികച്ചതാന്ന് തോന്നുന്നത് ചെമ്പുചിറ ഷഷ്ടി. ഇപ്പോഴാണ് അത്, ഇന്നാണ് അത് കേട്ടോ. പോകാമെന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. പറ്റിങ്ങി പോകണം. ശരി കേട്ടോ. ഓക്കെ, നിങ്ങൾ വരൂ കേട്ടോ. വരുന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് കാണാം. ഓക്കെ.